റേപ്പ് കേസ് വ്യക്തിമായ ആൾക്കാരുടെ ഒപ്പയൊക്കെയാണ് മമ്മൂട്ടി മോളെ നടക്കുന്നത്. പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം കേസാവും. പേര് പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഇവർക്കടെ പോലീസിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. ആളുടെ പേര് പറഞ്ഞാൽ അടുത്ത ദിവസം എന്തെങ്കിലും കേസ് വരും. പോലീസ് പോയി ഇവരുടെ കയ്യിലാണ്, പോലീസ് പോയി ഇവരുടെ കയ്യിൽ. ഇവിടുത്തെ പോലീസിലോ നിയമവ്യവസ്ഥയിലോ എനിക്ക് വിശ്വാസവും ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. വ്ളോഗർ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകി വനിതാ ചലച്ചിത്ര താരങ്ങൾ. എന്തിന്? സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ, ഉഷ ഹസീന എന്നിവർ പരാതി നൽകി. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അശ്വിൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം. അശ്വിൻ ഡിയേഗോ, ഗുഡ് ഈവനിങ്. വ്ളോഗർ സന്തോഷ് വർക്കി കുറച്ച് കടത്തി പറയുന്നത് കണ്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ. മൂത്തവരെയും തിരിച്ചറിയണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. സുജയ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇയാൾ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ മോശം പരാമർശമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ നടത്തിയിട്ടുള്ളത്. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. ഓനില്ലേ പെണ്ണ് കിട്ടായിട്ടൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി എന്നുള്ളതാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നും പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ പരാതി നൽകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 12ഓളം നടിമാരാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ മോശം രീതിയിലുള്ള പരാമർശമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇയാൾ നടത്തിയത്. കടുത്ത ശിക്ഷ തന്നെ ഇയാൾക്കെതിരെ വേണം എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.